സാംസ്കാരിക സമന്വയത്തിൻ്റെ മന്ദഹാസമായ മലയാള ഭാഷയുടെ പ്രോജ്വലനം സമൂഹത്തിൻ്റെ നാനാകോണുകളിലും ഒരു വിസ്മയ കാഴ്ചയായി അവതരിപ്പിക്കുന്ന മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ബാല മനസ്സുകളിൽ എത്രമാത്രം സാമൂഹ്യ സാംസ്കാരിക തലങ്ങളിൽ അറിവിൻ്റെ മേഖല എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യത്തിൻ്റെ പ്രതീകാത്മകമായ ചിന്ത കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം സവിശേഷത ഉണ്ടാക്കി എന്നതും നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ബാലകവിതകൾക്ക് പ്രത്യേകിച്ച് സാഹിത്യത്തിലുള്ള സ്ഥാനം, അതിൻ്റെ അഭിരുചി, അതിൻ്റെ പഠനം എന്നിവ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും അവിടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സവിശേഷത നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് കവിതാ സമാഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ ശ്രേഷ്ഠമായ മനോഭാവത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ പഠിക്കുകയുണ്ടായി. ആ ഭാഗം കൊണ്ട്, ആ അറിവ് കൊണ്ട് ഒരു കുട്ടിക്ക് വളരാൻ പറ്റാവുന്ന, വിദ്യാർത്ഥിക്ക് വളരാൻ പറ്റാവുന്ന ആ മനോഭാവം, ആ ദീപ്തമായ സൗന്ദര്യത്തിൻ്റെ പ്രകാശകിരണം എത്രമാത്രം ഉണ്ടെന്നുള്ളതും നമുക്കറിയാം. ആയതുകൊണ്ട് ബാലസാഹിത്യത്തിൻ്റെ പ്രതീകം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു സ്രോതസ്സായി, ഒരു അറിവായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ആ വായനാ സമ്പ്രദായം, പ്രത്യേകിച്ച് എഴുത്തിൻ്റെ സംസ്കാരത്തിൽ കൂടി വളർന്നു വരുന്ന വായനാ സംസ്കാരം എത്രമാത്രം ജീവിതത്തിൽ വിദ്യാർത്ഥി ജീവിത യുഗത്തിൽ ഉണ്ടാകും എന്ന് അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി വിദ്യാർത്ഥികൾ കവിതകൾ വായിക്കുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, ബാലസാഹിത്യങ്ങൾ വായിക്കുമ്പോൾ അത് ഒരു ഭാവി ജീവിതത്തിൻ്റെ ഒരു സ്പന്ദനമാക്കി മാറ്റണം എന്ന് ഈ സമയത്ത് പറഞ്ഞുകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, വായന വാസനയ്ക്കുള്ള വളമാണ്. ആ വാസനയ്ക്കുള്ള വളം ബാലസാഹിത്യത്തിൽ കൂടി വിദ്യാർത്ഥിക്ക്, ആ പഠിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു പൂർണ്ണമായ ആവിഷ്കാരത്തിൻ്റെ തീർത്ഥമായ സമ്പത്ത് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ശരി, നാം മലയാളത്തെ പഠിക്കുമ്പോൾ, മലയാളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ സാംസ്കാരിക സമന്വയത്തിൻ്റെ മന്ദഹാസം എന്ന് ഞാൻ പറഞ്ഞു. സാംസ്കാരിക സമന്വയത്തിൻ്റെ മന്ദഹാസം മലയാള ഭാഷയിൽ എങ്ങനെ കുറിക്കുന്നു എന്നുള്ളതിൽ നാം അതിൻ്റെ അറിവിൻ്റെ പൂർണ്ണമായ അവസ്ഥ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചങ്ങമ്പുഴ പാടിയ ഒരു 2-4 വരികൾ കൊണ്ട് നമുക്ക് തുടങ്ങാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി, പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി, പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരു പൂമഴയായി വന്നു പിന്നെ. എത്ര സർഗാത്മകമായ ഒരു ചിന്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഗ്രാമത്തിൻ്റെ ഭംഗി എത്രമാത്രം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന മലയാളത്തിൻ്റെ ശാലീന സങ്കല്പത്തിൻ്റെ ആ രീതി നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു കവിതയാണല്ലോ ഇത്. ഇത് പറയാൻ കാര്യം, നാം മലയാളത്തെ സ്നേഹിക്കുമ്പോൾ, മലയാളത്തിൻ്റെ ആ അറിവ് നമ്മളിലേക്ക് പകരുമ്പോൾ അവിടെ ഒരു സംസ്കാരമുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സംസ്കാരത്തിൽ മലകളുണ്ട്, പുഴകളുണ്ട്, കുന്നുകളുണ്ട്, ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. പച്ചയായിട്ട് വിരിക്കുന്ന ആ സൗന്ദര്യാത്മക പ്രതീകമായ, നേരത്തെ പറഞ്ഞു വൃക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ, അത് നമ്മളെ എത്രമാത്രം മനസ്സിൻ്റെ ഉള്ളിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സ്വാധീന ശക്തിയാണ് മലയാളത്തിൻ്റെ പ്രതീകാത്മകമായ ചിന്ത സവിശേഷ രൂപത്തിൽ വെളിവാകുന്നത്. ആയതുകൊണ്ട് തന്നെ കുന്നുകളുടെ സൗന്ദര്യം നാം എത്രമാത്രം അറിഞ്ഞു, പുഴയുടെ സൗന്ദര്യം എത്രമാത്രം നാം അറിഞ്ഞു, അതിൻ്റെ അറിവ് കൂടി നമുക്ക് സമ്പാദിക്കേണ്ടത് കാലാന്തരങ്ങളിൽ മാറ്റം വന്ന പ്രതിച്ഛായ ഉണ്ടായാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു അറിവ്, അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ
പുഴയുടെ സംസ്കാരം നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഒരു ദർശനം നൽകിയിരുന്നു. എന്നാലും അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വബോധം, അടിസ്ഥാനപരമായ ഒരു അറിവ് നമ്മളിലേക്ക് അത് എങ്ങനെ പ്രവഹിക്കും എന്ന് അറിയുന്നത് അത് കാണുമ്പോൾ മാത്രമാണ്. അതാണല്ലോ ദർശനം. നാം ഒരു പുഴയെ കാണുമ്പോൾ, നദിയെ കാണുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സൗന്ദര്യം, അതിൽ അടങ്ങിയിരിക്കുന്ന നാട്ടറിവ്, അതിൽ അടങ്ങിയിരിക്കുന്ന പ്രാപഞ്ചികമായ സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് പ്രായോഗിക ഘട്ടത്തിൽ ഉപകരിക്കുന്ന രീതിയിലുള്ള അറിവുകൾ, ഇതെല്ലാം സത്യമാണ്. നാം ഈ സത്യത്തെ, ഈ വിശേഷണത്തെ ആധികാരികമായി അറിഞ്ഞാൽ മലയാളത്തിൻ്റെ സൗന്ദര്യം തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്താണ് ഇത്, കാലാന്തരങ്ങളിൽ ഇതിൻ്റെ മാറ്റം എങ്ങനെയുണ്ടായി എന്ന് അടിസ്ഥാനപരമായി ചിന്തിച്ച് അത് ഉൾക്കൊള്ളേണ്ടതും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ നദിയുടെ അറിവ്, പുഴയുടെ അറിവ് എന്നതിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നദികൾ സംസ്കാരത്തിൻ്റെ വിളനിലമാണെന്ന് നമുക്കറിയാം. നദികൾ സംസ്കാരത്തിൻ്റെ വിളനിലമാണെന്ന് നമുക്കറിയാം. നൂറ്റാണ്ടുകളായി നമുക്ക് കണ്ടുവരുന്ന ആ ഒരു നീർത്തടത്തിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ സ്രോതസ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒഴുകുന്ന ആ ജലാശയം, ഒഴുകി വരുന്ന ആ ജലാശയം നമ്മുടെ പ്രകൃതിയെയും ജീവിതത്തെയും എത്രമാത്രം ധന്യമാക്കി എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കും. മലനാട്ടിൽ, നമ്മൾ നേരത്തെ മലയാളത്തെപ്പറ്റി പറഞ്ഞ സമയത്ത് മലയാളം, മല എന്ന് പറയുന്നത് കുന്ന് അറിയാം, അളം എന്ന് പറയുന്നത് ദേശം. കുന്നിൻ്റെ അടുത്തുള്ള ഈ ദേശത്ത് പുഴയുടെ ആ സംസ്കാരം എത്രമാത്രം യോജിച്ചതാണെന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലേ? പുഴയോട് എത്രമാത്രം ബന്ധം അതിനെ കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ആയതുകൊണ്ട് തന്നെ മലനാട്ടിലെ ചെറുതും വലുതുമായ പുഴകൾ തീരത്താണ്, മലനാട്ടിലെ വലുതും ചെറുതുമായ പുഴയുടെ തീരത്താണ് ആ സംസ്കാരം ഉടലെടുത്തത്. പ്രത്യേകിച്ച് നാടോടി കഥകളെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി അല്ലേ? നാടോടി കഥകളിൽ നിന്നുള്ള നമ്മുടെ മലയാളത്തിൻ്റെ സംസ്കാരം എത്രമാത്രം ഉണ്ടായി എന്ന ബാലസാഹിത്യത്തിൽ കൂടി നമ്മൾ പഠിക്കുകയുണ്ടായി. ആയതുകൊണ്ട് തന്നെ കാട്ടായ്മകളും നാട്ടായ്മകളും എന്നും പുഴയെ, കാട്ടായ്മകളും നാട്ടായ്മകളും ഇത് പുഴയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അറിവ് പുഴയുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ തീരത്തുള്ള, പ്രത്യേകിച്ച് ആ നാടൻ കലകളുടെ ഒരു ശ്രേഷ്ഠതയും എത്രമാത്രം ഇതിന് അനുഭവം ഉണ്ടാക്കി തീർത്തു എന്നതും മനസ്സിലാക്കേണ്ടതാണ്. വായ്മൊഴിയായിട്ട് നമ്മൾ പറയും, കുന്നുപൊലിക, പുഴ പൊലിക, കുളം പൊലിക, കുന്നുപൊലിക, മണ്ണ് പൊലിക, നാട് പൊലിക. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വായ്മൊഴിയാണ്. കുന്നുപൊലിക, മലയാളത്തിൽ ഏറ്റവും പ്രധാനമാണ് കുന്ന് എന്നുള്ള ആ അറിവ്, നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു പൂർണ്ണത. ഇത് കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ മലയാള ദേശത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അംശമാണെന്ന് നമുക്കെല്ലാം അറിയാം. കുന്നുകളുടെ ഒരു സ്ഥലമായിരുന്നല്ലോ നമ്മുടെ കേരളം. ഇന്ന് ധാരാളം കുന്നുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുന്നുകളുടെ ഒരു സൗന്ദര്യവും കുന്നുകൾ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചേതന, അതിൽ നിന്ന് കിട്ടുന്ന വളരെ ഗുണകരമായ വസ്തുക്കൾ, ജലം, സ്രോതസ്സുകൾ, അങ്ങനെ പല മരുന്നുകൾ, ഇത് പല രീതിയിലുള്ള ഒരു ചുറ്റും നമ്മുടെ സമൂഹത്തിൽ ഇതുകൊണ്ട് സ്വാധീനം ചെലുത്തിയ രീതി എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നാടോടി സങ്കല്പത്തിൽ, നമ്മുടെ പുരാവൃത്തത്തിൽ കൂടി എത്രമാത്രം ധന്യമായ രീതിയിൽ മലയുടെ ആ അറിവ്, മലയുടെ ഒരു ഗുണപരമായ ആ ഒരു സാമ്പ്രദായികമായിട്ടുള്ള പാരമ്പര്യമായിട്ട് മലയാളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഗുണകരമായ സിദ്ധാന്തം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പുഴപൊലിക. പുഴയുടെ, നമ്മളിപ്പം പുഴയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുഴയുടെ സംസ്കാരം ഈ മലയ്ക്കും പുഴയ്ക്കും തമ്മിൽ വളരെ ശ്രേഷ്ഠമായ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചും പറയാം. കുളം പൊലിക.
കുളം നമ്മുടെ മലയാളത്തിൻ്റെ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ്. കുളം എത്ര വലിയൊരു ജലസ്രോതസ്സായിരുന്നു. അത് കൃഷിക്കും നമ്മുടെ മണ്ണിനും എത്രമാത്രം ഗുണകരമാണെന്നും നമുക്കറിയാൻ പറ്റും. അതുപോലെ മണ്ണ് പൊലിക, മണ്ണിനോടുള്ള സ്നേഹം, വൈവിധ്യമായ മണ്ണിനോട് മലയാളത്തിലുള്ള ആ സ്നേഹം, മലയാളികളുടെ സ്നേഹം വളരെ പ്രസിദ്ധമായിരുന്നു. ഇന്ന് നാം കൃഷിയിടങ്ങളിൽ നാം അതിനോടുള്ള ഒരു താല്പര്യം കൂടുന്നു എന്നുള്ളതിൽ നാം കാണാൻ കഴിയുന്നു. അത് വളരെ സന്തോഷജനകമായ ഒരു കാര്യമാണ്. എന്നാലും പരമ്പരാഗതമായി നമ്മൾ മണ്ണിനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ കൃഷിയോടുള്ള സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ജീവിതത്തോടുള്ള ഒരു സമർപ്പണമുണ്ട്. ജീവിതത്തോടുള്ള ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഒരു വൈയക്തിക ചിന്തയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിത സവിശേഷതയല്ലെന്ന് നമുക്ക് ഓർക്കണം. അതൊരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒരു താല്പര്യത്തിൻ്റെ വശം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ മണ്ണ് പൊലിക എന്ന വായ്മൊഴിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നാട് പൊലിക, ഏറ്റവും ശ്രേഷ്ഠമാണ് നാട്. ഇവിടെ കുന്നിൻ്റെയും ഇവിടെ പുഴയുടെയും കുളത്തിൻ്റെയും മണ്ണിൻ്റെയും സവിശേഷകരമായ അറിവുകളും ആ അറിവ് കൊണ്ട് നമുക്കെങ്ങനെ ജീവിക്കാൻ അനുയുക്തമായ രീതിയിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് തന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ മനസ്സിലാക്കേണ്ട ഈ സവിശേഷത നാം എത്രമാത്രം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു എന്ന് രണ്ടാമത്തെ കാര്യം. എന്നാലും നമുക്ക് കിട്ടിയ ഈ വായ്മൊഴി, കവികൾ പാടിയ ഈ പ്രസിദ്ധമായ വായ്മൊഴി, മലനാട് മുതൽ നെയ്തൻ വരെയുള്ള നാടിൻ്റെ തിണ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പാണ്. തിണ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയത്തില്ലേ, അതാണ് തിണ. അപ്പം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സങ്കല്പം, ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ അറിയാവുന്ന കാര്യമാണ്. മലയാളത്തിൻ്റെ തിണയുടെ ആ സങ്കല്പം അത് എത്രമാത്രം നമ്മുടെ ഹരിത പൈതൃകത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹരിത പൈതൃകത്തിൽ അധിഷ്ഠിതമാണല്ലോ ഈ കൃഷിക്കാഴ്ചകൾ. ആയതുകൊണ്ട് തന്നെ ഈ ഹരിത പൈതൃകത്തിൽ അവതരിപ്പിക്കുന്ന ഈ കാടുകൾ, പുഴകൾ, കുളങ്ങൾ, മൃഗങ്ങൾ, മണ്ണുകൾ അടങ്ങിയ ജൈവ വൈവിധ്യത്തിൻ്റെ പൂർണ്ണമായ ഒരു ആവിഷ്കാരമായിരുന്നു ആ ശ്രേഷ്ഠമായ ജീവിത പ്രക്രിയ മലയാളത്തിൻ്റെ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മഴയുടെ അറിവ് ശരി നാം പഠിച്ചു, പുഴയുടെ അറിവ് അത് വേണം. അതുപോലെ അതിൽ അധിഷ്ഠിതമായ നാടോടി സങ്കല്പത്തിലുള്ള നാടൻ കലകളുടെ അറിവ്, നാടൻ കലകളുടെയും ആ ശ്രേഷ്ഠമായ അറിവാണല്ലോ നമുക്ക് കൊയ്ത്തുപാട്ടിലുള്ള അനുഷ്ഠാന കലകളിലും നമ്മുടെ ആചാരക്രമങ്ങളിലും ഉണ്ടായിരുന്ന ആ കൃഷി സങ്കല്പങ്ങളിലും ഉണ്ടായിരുന്നത് എന്നും. അതുപോലെ ജലത്തിൻ്റെ അറിവ്, മൃഗങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയും. നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന നമുക്ക് ആവശ്യമുള്ള രീതികളിലുള്ള മൃഗപരിപാലനം, ഇത് ധാരാളം നന്നായി നമുക്ക് ഗുണപരമായി വന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പുഴയുടെ സംസ്കാരത്തിലേക്ക് നാം വരുമ്പോൾ, നദിയുടെ സംസ്കാരത്തിൽ നിന്ന് മലയാള മണ്ണിൽ ഉണ്ടായ ആ അറിവ് എത്രമാത്രം പ്രായോഗികമായി സമൂഹത്തിന് ഗുണകരമായി തീർന്നു എന്നതും മനസ്സിലാക്കേണ്ടതാണ്. 44 എണ്ണത്തിലുള്ള കേരളത്തിലെ നദികൾ, പടിഞ്ഞാറ് ഒഴുകുന്ന ഈ നദികൾ, കിഴക്കോട്ട് 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ, ഇതെല്ലാം കൂടി 41 പടിഞ്ഞാറും 3 കിഴക്കോട്ടുമുള്ള ഈ നദികൾ, ഈ 44 എണ്ണം ഉള്ള ഈ നദികൾ എത്രമാത്രം നമ്മുടെ മലയാള മണ്ണിൻ്റെ ആ തീർത്ഥമായ സമ്പത്തിന് ഗുണപരമായി എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവായിരിക്കണം മലയുടെ അറിവുകൾ. കാര്യം, ഈ മലയിൽ നിന്ന് പുഴയിലേക്ക് ഒലിച്ചു വന്ന ധാരാളം
നമുക്ക് ആവശ്യമുള്ള, അതായത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള പല രീതിയിലുള്ള മണ്ണിൻ്റെ ഗുണാംശങ്ങൾ മണ്ണൊലിച്ചു വരുന്നു അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിച്ചു നോക്കും, മഴയുടെ കാലത്ത് ഈ കുന്നിൽ നിന്ന് ഒലിച്ചു വരുന്ന മണ്ണ്, അത് മട്ടെന്ന് പറയും. പ്രത്യേകിച്ച് മട്ട് എന്ന് നിങ്ങൾ കേട്ട് വേണം. മട്ട്, ഈ പുഴയുടെ അടിയിലെ മട്ട്, കുളത്തിലെ അടിയിലെ മട്ട്, പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാക്കാണ്. ഈ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ജലം ഒരു സ്രോതസ്സായി, അരുവികളായി വരുമ്പോൾ അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ മട്ട് ഈ പുഴയിൽ വന്ന് പതിക്കുമ്പോൾ, പുഴയിൽ അടിയുമ്പോൾ ഇതിൻ്റെ ഗുണപരമായിട്ടുള്ള ഫലപുഷ്ടി എത്രമാത്രം ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കുന്നുകളിൽ നിന്ന് വരുന്ന ഈ മട്ട് മാത്രമല്ല, പല രീതിയിലുള്ള ചെടികളുടെ, നമുക്ക് ആവശ്യമുള്ള ചെടികളുടെ വിത്തുകൾ, ചെടികളുടെ അംശങ്ങൾ, വൃക്ഷലതാദികളുടെ തണ്ടുകൾ, നമുക്ക് ആവശ്യമുള്ള വൈവിധ്യമാർന്ന ശരിക്കും ഗുണകരമായി തീരുന്ന ഔഷധച്ചെടികൾ, ഇതെല്ലാം സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രകൃതി ഒരുക്കി വെച്ചിരുന്ന ഒരു രീതിയാണെന്ന് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം പുഴയെ അതിനെ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നുള്ളതും മലയാളിയുടെ, നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിൻ്റെ അധിഷ്ഠിതമായ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കുന്നിൽ നിന്ന് വരുന്ന മണ്ണ്, പുഴയിലേക്ക് വരുന്ന മണ്ണ്, ഇത് എത്രമാത്രം കൃഷിക്ക് അനുയോജ്യമായി തീരുന്നു എന്നുള്ളതും ഏറ്റവും പ്രാധാന്യമാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് പുഴയും മണ്ണും തമ്മിലുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അംശം. നാം 99-ലെ വെള്ളപ്പൊക്കം നോക്കിയിട്ടുണ്ട് അല്ലേ? കേരളത്തിലുണ്ടായിരുന്ന 99-ലെ വെള്ളപ്പൊക്കം, അതിനുശേഷം 1923, 26, 1923, 26 എന്നീ കാലയളവിൽ ഉണ്ടായിരുന്നുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ വളരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴമക്കാർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വെള്ളപ്പൊക്കത്തിന് ധാരാളം വലിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി. അപ്പം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം കരയിലേക്ക് വന്നപ്പോൾ, ശ്രദ്ധിക്കുക, ഈ പുഴയിൽ നിന്നുള്ള ഈ വെള്ളം കരയിലേക്ക് വന്നപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ മട്ട്, അതിലടങ്ങിയിരിക്കുന്ന ഈ മണ്ണ് കരയിലേക്കും കയറി. അപ്പോൾ ഈ കരയിലേക്കൂടെ കയറിയ സമയത്ത് അവിടെ ജൈവവള സങ്കല്പത്തിൽ നമുക്കുണ്ടാകുന്ന കൃഷി രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണായി മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ വളക്കൂറുള്ള മണ്ണ് ഈ ജലത്തിൽ നിന്ന് വന്നപ്പോൾ, പുഴയുടെ സംസ്കൃതിയിൽ നിന്ന് ഈ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായ സമയത്ത് ഈ മണ്ണിൻ്റെ വൈവിധ്യമായ മണ്ണ് നമ്മുടെ പുഴയുടെ തീരത്ത് അടിഞ്ഞപ്പോൾ ആ ഭൂമി കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രതലമായി മാറി എന്നുള്ളതും ഒരു വാസ്തവമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പുഴകളിൽ നിന്ന് നമ്മൾ കായലിലേക്ക് പോകുന്നില്ലേ? പുഴയിൽ നിന്ന് കായലിലേക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള തുരുത്തുകളുണ്ടായി. നിങ്ങൾ കണ്ടുകാണും തുരുത്ത്. ഈ കായലിലേക്ക് പോകുന്ന സമയത്ത് ഈ മാലിന്യങ്ങൾ എല്ലാം അടിഞ്ഞ്, ഈ കുന്നിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളിൽ പലതും വരുന്നല്ലോ. എന്തോ ഈ ഇലകൾ, നമ്മൾ ആവശ്യമില്ലാത്തെന്ന് പറയുന്ന പല രീതിയിലുള്ള വൃക്ഷങ്ങളുടെ അംശങ്ങൾ, ഇതൊക്കെ ശരിക്കും നമുക്ക് ജൈവവള കൃഷി സങ്കല്പത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ തുരുത്ത് ഉണ്ടാകുമ്പോൾ, ഈ പുഴയിൽ നിന്ന് ഈ കായലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണ്ണിൻ്റെ തുരുത്ത് ഉണ്ടാകുമ്പോൾ അവിടെ നമുക്കാണ് ഇടയ്ക്കൊക്കെ കായലിൻ്റെ പ്രദേശങ്ങളിൽ തുരുത്ത്, നമുക്ക് ധാരാളം കൽപ്പവൃക്ഷങ്ങൾ നാം കാണും, ധാരാളം തെങ്ങുകൾ കാണും. ഇതൊക്കെ തുരുത്താണ്. ഇത് കായലിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇതെല്ലാം കൂടെ അടിഞ്ഞ് ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ തുരുത്ത് നമുക്ക് സമൂഹത്തിന്, നാടിന് പ്രയോജനമായി വന്നു എന്നുള്ളതും വാസ്തവമാണ്. കൃഷി നന്നായിട്ടുണ്ടാകും, നല്ലതായിട്ട് തെങ്ങുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പല രീതിയിലുള്ള ഗുണപരമായ രീതിയിലുള്ള കൃഷി നമുക്ക്, ഇപ്പം കപ്പയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വാഴയാണെങ്കിലും, അങ്ങനെ പല രീതിയിലുള്ള കൃഷികൾ നമുക്ക് ശരിയായ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുഴ കടലിലോട്ട് ചെന്ന് ചേർന്നിടത്ത് ഈ മണ്ണ് പലപ്പോഴും ഈ മണ്ണിടിഞ്ഞ് പോകുന്നുണ്ട്. പലപ്പോഴും
ഈ മണ്ണിടിയാൻ കാരണം അത് ഞാൻ പറഞ്ഞു വരാം, മണ്ണിടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ കായലിൻ്റെ അടുത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് കടലിലേക്ക് പതിക്കുമ്പോൾ അവിടെ ധാരാളം എന്താ പറയുക, ഈ ഉപ്പുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ജീവികൾ, ജീവിക്കാൻ പറ്റാത്ത ജീവികളുണ്ട്. ഈ പുഴയിലുള്ള പല ജീവികൾ കടലിൽ ജീവിക്കാൻ പറ്റത്തില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ പുഴയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന ഈ ജീവികൾ, ഈ തുരുത്തുകൾ കുറേ ജലാംശം കാണും, കുറേ സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ കാണും. ഇവിടെ ഇതിന് ജീവിക്കാൻ പറ്റുന്ന പ്രേരണ ഉള്ള രീതിയിൽ ഒരു ജലാശയവും ജീവിത സങ്കല്പത്തിലുള്ള ആ ഒരു പ്രക്രിയയും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മണ്ണും ഇലയും ചെളിയും കൂടിക്കലർന്ന വെള്ളത്തിൻ്റെ ഈ കുന്നിൽ നിന്നുള്ള വരവ്, കുന്നിൽ വരുന്ന മണ്ണും ഇലകളും ചെളിയും നിറഞ്ഞ കൂടിക്കലർന്ന വെള്ളത്തിൻ്റെ വരവ്, ഈ മലമട്ട് എന്ന് പറയുന്ന ഈ മണ്ണിൻ്റെ, ഈ വളക്കൂറുള്ള മണ്ണ് ഇത് ഒഴുകിപ്പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തുരുത്ത്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെള്ളം, ഈ ജലാശയത്തിലുള്ള ഈ മട്ടും മണ്ണും ശരിക്കുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ രണ്ട് തീരത്തും കൂടെ അടിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വളക്കൂറുള്ള മണ്ണും എപ്പോഴും കൃഷിക്ക് ഏറ്റവും പ്രയോജനപ്രദമായി തീർന്നു എന്നുള്ളത് ഏറ്റവും വാസ്തവമായ കാര്യമാണ്. അവിടെ പാടങ്ങൾ ഉണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം ചിന്തിക്കുക, പണ്ട് പാടങ്ങൾ പുഴയുടെ തീരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ പുഴയുടെ തീരത്തുള്ള ഈ പാടങ്ങൾ, അവിടെ നിന്ന് കിട്ടുന്ന ഈ ജലസ്രോതസ്, ഈ ജലാശയങ്ങൾ ഉണ്ടായിരുന്ന ഈ കുളം, ഇവിടെ നിന്ന് തിരിച്ചുവിടുന്ന ഈ വെള്ളം പല സ്ഥലങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ ആ ഭൂമി പൂർണ്ണമായി നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ഏത് രീതിയിലുള്ള മണ്ണിനെയാണ് ആവശ്യം എന്ന് ക്രമീകരിക്കുന്ന രീതിയിൽ ചിന്താത്മകമായി പ്രവർത്തിച്ച നമ്മുടെ സമൂഹം കൃഷിയിലേക്ക് പോയപ്പോൾ അവിടെ പ്രായോഗികമായി അത് ഒരു സാമൂഹിക സമ്പന്നമായ ഒരു പ്രക്രിയയായി മാറി. അതാണ് പ്രധാനം. അപ്പോൾ ഈ താഴ്വരകളിലൊക്കെ നിന്നുള്ള ഈ വളക്കൂറുള്ള ഈ കുന്നിൻ്റെ താഴ്വരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കുന്നിൻ്റെ താഴ്വരകളിൽ നിന്ന് വളക്കൂറുള്ള മണ്ണുണ്ട്. പലപ്പോഴും കുന്നിൻ്റെ താഴ്വരകളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേക കൃഷികൾ നടത്തുന്നത് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ വളക്കൂറുള്ള മണ്ണ് പല രീതിയിലുള്ള കൃഷി സമ്പത്തിനെ, ഗുണകരമായ കൃഷി സമ്പത്തിനെ, പ്രത്യേകിച്ച് ഔഷധച്ചെടികൾ, ഈ ഔഷധച്ചെടികളുടെ ഏറ്റവും പ്രായോഗികമായ അറിവ്, പ്രായോഗികമായ ഒരു പൂർണ്ണമായ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു രീതി ഉണ്ടായത് ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ നാം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും നമ്മൾ പലപ്പോഴും ചിന്തിച്ചതുപോലെ രാസവളങ്ങളുടെ ആവശ്യകത എത്രമാത്രം നമ്മൾ കൃഷിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും നല്ലൊരു ജലസ്രോതസ്, നാം പച്ചവെള്ളം എന്ന് പറയുമല്ലോ അല്ലേ, ഹരിതമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് പച്ചവെള്ളം പോലെ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പച്ചവെള്ളം പോലെ പറയുക എന്ന് പറയുന്നത് അത്രമാത്രം ജലാശയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത്രമാത്രം ശുദ്ധമായ വെള്ളം, പച്ചവെള്ളം എന്ന് കിട്ടുന്ന നമ്മുടെ മലനാടിൻ്റെ സൗന്ദര്യാത്മകമായ ആ ചുറ്റുപാട് നമുക്ക് ഇന്ന് ഇല്ലാതായോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇത്രയും പറഞ്ഞത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രക്രിയ, അനുഭവിച്ച രീതി. ധാരാളം പഴമക്കാരോട് നാം സംസാരിക്കുമ്പോൾ, ഈ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ജലാശയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മനുഷ്യന് ഒരു പ്രകൃതിയുമായിട്ടുള്ള ഒരു പോരാട്ടം എന്നതിൽ ഉപരി, പോരാട്ടം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ഒരു സുഹൃത്തായിരുന്നു. നമുക്ക് ഈ പുഴയിലേക്ക് പോകുന്ന പല തടികൾ ഒഴുകി വരുന്നത് നാം പലപ്പോഴും കണ്ടു അല്ലേ. ഈ പുഴയിൽ വലിയ വെള്ളപ്പൊക്കത്തിനും ചില സമയത്തൊക്കെ തടികൾ ഒഴുകി വരുന്നിട്ടുണ്ട്. ചില തടികൾ വെള്ളത്തിൻ്റെ അടിയിലായി പോകും. പക്ഷേ ഈ തടികൾ നാം പലപ്പോഴും വിറകിനായിട്ട് ഉപയോഗിക്കാറുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിറക് കത്തിക്കുമ്പോൾ തന്നെ ചുറ്റുപാടുമുള്ള
ഔഷധ ഗുണം നാം അറിയണം. അതാണ് എന്തുകൊണ്ട് ഇത് എത്രമാത്രം വലിയൊരു ഔഷധമാണെന്നും കൂടി നമ്മൾ അറിയണം. നാട്ടറിവാണത്. അപ്പോൾ ഈ ജലസ്രോതസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഉണങ്ങിയ വൃക്ഷമോ അല്ലെ പച്ചയായിട്ട് വൃക്ഷമോ വെള്ളത്തിൽ അടിഞ്ഞു വന്ന് അത് എടുത്ത് നമ്മൾ വിറക് ഉപയോഗിച്ച് അത് കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൻ്റെ ശുദ്ധീകരണം ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ശുദ്ധീകരണം കത്തിക്കുമ്പോൾ കൊതുക് പോലും അടുത്തൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. അത്രമാത്രം. അപ്പം അന്ന് ആലോചിക്കുന്നു വെച്ചാൽ ഈ കുന്നുകളിലും താഴ്വരകളിലും കൂടി ഒഴുകി വന്ന ഈ വൃക്ഷത്തിൻ്റെ ഗുണകരമായ അത് എത്രമാത്രം നമ്മളെ സഹായിച്ചു എന്നുള്ളതും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പം പുഴയുടെ മട്ട് എന്ന് പറയുന്ന കുളത്തിലെ മട്ടിലേക്ക് വരാം. കുളത്തിൽ നിന്ന് നാം കോരിയെടുക്കുന്ന ഈ മട്ട് പലപ്പോഴും ഈ മട്ട് എടുത്ത് പല കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുഴയുടെ മട്ട് ഈ തെങ്ങ്, നെല്ല് എന്നിവയ്ക്ക് വളമായി കൊണ്ടുപോയിരുന്നു. ഈ മട്ട്, ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന മട്ട് എന്ന് പറയുന്ന ഈ മണ്ണിനോട് കൂടിയ പല ഇലകൾ കണത്ത് കാണും. ധാരാളം ചെറിയ ചെറിയ ഔഷധ ഗുണമുള്ള ചെടികളുടെ അംശങ്ങൾ കാണും. ഇത് ഒരു ഈ ധാരാളം ഈ കുന്നിലുള്ള ധാരാളം ഇലകളുണ്ടല്ലോ, പ്രത്യേകിച്ച് നാം ഇന്ന് പറയുന്ന ഇന്ന് ധാരാളം രീതിയിലുള്ള ഇന്നൊരു ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു കൃഷിക്ക് നാശം വരുമ്പോൾ നമ്മൾ ധാരാളം പല രീതിയിലുള്ള പ്രയോഗങ്ങൾ അവിടെ ചെയ്യാറുണ്ട് അല്ലേ? ഈ പ്രയോഗങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ എത്രമാത്രം ദോഷമുണ്ടാകുന്നു നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ആ ഇലയെ നശിപ്പിക്കുന്നത്, അതുപോലെ വിഷാംശമുള്ള ആ മരുന്ന് അടിക്കുന്ന സമയത്ത് എത്രമാത്രം മണ്ണിന് കേടുണ്ടാവുന്നു എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ജലത്തിൽ സംരക്ഷിക്കുന്ന കിണർ ചുറ്റും സംരക്ഷിക്കുന്ന രീതി ഞാൻ പറഞ്ഞു. ഔഷധ ചെടിയിലുള്ള കഴിഞ്ഞ 3 അധ്യായത്തിൽ മുമ്പ് പറഞ്ഞിരുന്നു. ഇത് പറയാൻ കാര്യം, ഈ ഇല, ഈ മണ്ണ്, ഈ മട്ട ഇതെല്ലാം കൂടി കൂടിക്കലർന്ന് നമ്മളൊരു തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടുമ്പോൾ, ലളിതമായി പറയാം, തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടുമ്പോൾ ആ തെങ്ങിനുണ്ടാകുന്ന ഏറ്റവും ഗുണകരമായ ഒരു വളമായിരുന്നു ഇങ്ങനത്തെയുള്ള മണ്ണിൻ്റെ ഗന്ധമുള്ള ഈ പൂർണ്ണമായ അറിവിൻ്റെ ശ്രേഷ്ഠത കുറിക്കുന്ന സമ്പത്ത്. ഇത് ഇന്ന് തീരെ ഇല്ലാതായി വന്നിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ കുളം കോരിയെടുത്തിട്ട് മട്ടെടുത്ത് ഈ വഞ്ചിയിൽ കൊണ്ടുപോയി കയറ്റിയും തലച്ചുമടായി കൊണ്ടുവന്നും വിതരണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ചുറ്റും ഗ്രാമീണ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ അറിവുകൾ, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകൃതമായ അവസ്ഥയ്ക്ക് നമ്മൾ അനുഭവിച്ചു വന്ന അറിവുകൾ, ജലത്തിൻ്റെ സ്രോതസ്സിന് നമുക്ക് കിട്ടുന്ന ആ രീതി മാറി വന്നപ്പോൾ ഇത് ഇല്ലാതായി പോയി എന്നതും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളത്തിൻ്റെ മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നദിയുടെ സംസ്കാരം, പുഴയുടെ സംസ്കാരം, അത് അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെ അല്ലേ? ആ അനുഭവ സമ്പത്ത് എത്രമാത്രം പ്രായോഗികമായി നാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു നാട്ടറിവ് സർഗാത്മകമായി നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതീകമായി ഉണ്ടാക്കി ഈ അറിവ് നമ്മൾ ഉൾക്കൊള്ളണം എന്ന് ഈ അവസ്ഥയിൽ പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഈ പുഴയും മണ്ണും എന്നുള്ള വിഷയത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു പ്രാധാന്യമുള്ള, പുഴയുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള അറിവാണ് ഈ പുഴയും മണലും കൂടിയുള്ള അതിൻ്റെ ഉപയോഗക്രമത്തിലുള്ള ആ അറിവ്. അപ്പോൾ പുഴയുടെ നീണ്ട കാലത്തെ ഒഴുക്കിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് മണൽ. മണലിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്ന് നമുക്ക് വളരെ ദുർലഭമായി ലഭിക്കുന്നതാണ് മണൽ. ശരി, പക്ഷേ മണലിൻ്റെ നമുക്ക് പ്രകൃതിയിൽ തന്നിട്ടുള്ള ആ മണൽ ഇല്ലാതായി പോയപ്പോഴാണ് ഇവിടെ ജലത്തിൻ്റെ സ്രോതസ്സ് കുറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുക. അത് വ്യക്തമായി പറഞ്ഞാൽ, മണലും മണൽത്തിട്ടയും നദികളുടെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന മലയാള സങ്കല്പത്തിലുള്ള കേരളത്തിൽ മണൽ അസ്തമിച്ചു പോയപ്പോൾ, മണൽ നമ്മുടെ ആ ജല സ്രോതസ്സിൽ അല്ലെ പുഴയിൽ ഇല്ലാതായപ്പോൾ, 2 വശങ്ങളിലുള്ള തിട്ടകൾ അത് ഇടിഞ്ഞു പോവുകയും
മണൽ എപ്പോഴും നദിയുടെ സന്തുലിതാവസ്ഥ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രകൃതി തന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് മണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മണൽ കോരിയെടുക്കുമ്പോൾ, മണൽ പുഴയിൽ ഇല്ലാതാകുമ്പോൾ കൂടുതൽ ആഴമുണ്ടാകുന്നു. ഈ പുഴയിൽ ആഴമുണ്ടാകുമ്പോൾ നമ്മുടെ പുഴയുടെ തീരത്തുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പുഴയുടെ തീരത്തുള്ള സ്ഥലങ്ങളിൽ ജലസ്രോതസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഭൂമി നമുക്ക് പുഴയുടെ 2 വശങ്ങളിൽ ഉണ്ടായി. ഇത് ബാധിക്കുന്നത് ആ വശങ്ങൾ മാത്രമല്ല, ഇത് കുറേ ദൂരെ ഇങ്ങനെ നമുക്ക് ഉപയോഗപ്രോക്തമായി ഉണ്ടാകും. മറ്റ് പല സ്ഥലങ്ങളിൽ അരുവികളുണ്ടാകും, ചെറിയ തോടുകളുണ്ടാകും. ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതൊരു അറിവിന് വേണ്ടി കൂടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മലയാളത്തിൻ്റെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവിഭാജ്യ ഘടകമായിരുന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ ഒരു ഭാഗമായിരുന്നു, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു രീതിയും അനുഷ്ഠാന ക്രമീകരണവും. അപ്പോൾ ഈ സമതുലിതാവസ്ഥമായിട്ടുള്ള ഈ ജലപ്രവാഹത്തെ നിലനിർത്തുകയും അതിൽ ഈ പുഴയിലുള്ള ജലം ശുദ്ധീകരിക്കുകയും അത് ക്രമാതീതമായി അതിൽ അടങ്ങിയിരിക്കുന്ന, ശ്രദ്ധിക്കുക, ക്രമാതീതമായി അതിൽ അടങ്ങിയിരിക്കുന്ന അതിൽ ആവശ്യമില്ലാത്ത പല വസ്തുക്കൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണത മണലിന് ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പരിഭാവനമായ ചിന്ത, ഞാൻ പരിഭാവനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. മണൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഏറ്റവും അവിഭാജ്യ ഘടകമായ ഒരു രൂപാന്തരം ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പുഴയിൽ നിന്ന് വരുന്ന ഈ മണൽ, പുഴയിൽ നിന്നുള്ള ഈ മണൽ ജലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഔഷധം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ മണൽ ഇല്ലാതായപ്പോൾ, ശ്രദ്ധിക്കുക, ആ മണൽ പുഴയിൽ ഇല്ലാതായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശുദ്ധീകരണ പ്രവണത ഇല്ലാതായി എന്ന് പറയാം. അതുകൊണ്ട് നാം ഇന്ന് പറയുന്നു, നാം പുഴയിലെ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, പുഴയിലെ വെള്ളത്തിൽ നാം കുടിക്കാൻ പറ്റില്ല, ഒഴുകുന്ന വെള്ളത്തിൽ വിഷമില്ലെന്ന് വരെ പറയാറുണ്ട്, അല്ലേ? അങ്ങനെ വരെ പറയാറുണ്ടായിരുന്നു. ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറയാറുണ്ട് നമ്മൾ. അത്രമാത്രം ശുദ്ധമായിരുന്നു പുഴയിൽ നിന്നുള്ള വെള്ളം ഒരു സമയത്ത് വരെ. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല, മാറി. അപ്പോൾ പുഴയുടെ സംരക്ഷണം നമ്മൾ തന്നെ, ഓരോ വ്യക്തിയും അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് ഒരു ഉൾക്കരത്തോടു കൂടി, പ്രത്യേകിച്ച് പുതിയ തലമുറ കുട്ടികൾ, ഇത് കേൾക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളുടെ ഭൂമിക്ക് ചുറ്റുമുള്ള കൃഷി സങ്കല്പവും മലയാളം എന്ന് പറയുന്നത്, വീണ്ടും പറയുന്നു, മലയാളം എന്ന് പറയുന്നത് അക്ഷരം പഠിക്കുക മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്ന സമസ്ത അറിവുകളും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ആ സമസ്ത അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രായോഗിക സിദ്ധാന്തം നമുക്കുണ്ടാക്കി കഴിഞ്ഞാൽ, അവിടെ അതിൻ്റെ സൗന്ദര്യം കവികൾ പാടുന്നത് പോലെ, ഈ വായ്മൊഴി നമ്മൾ പാടിച്ചു, ഒരു പ്രസിദ്ധമായ ഒരു കവിയാണത് പാടിയിരിക്കുന്നത്. ഓരോ കവിയും പാടിയിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചാണ്, ഓരോ കവിയും പാടിയിരിക്കുന്നത് മഴയെക്കുറിച്ചാണ്, ഓരോ കവിയും പാടിയിരിക്കുന്നത് മണ്ണിനെക്കുറിച്ചാണ്, നന്മയെക്കുറിച്ചാണ്, ലോക നന്മയെക്കുറിച്ചാണ്, ലോകത്തിന് ഏക സങ്കല്പത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സൈദ്ധാന്ത വിഷയത്തെ പറ്റിയാണ്. ഇതെല്ലാം എന്തുകൊണ്ട്? നമ്മുടെ മണ്ണിനെ കൊടുക്കുന്ന ഈ പുഷ്പഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എത്രമാത്രം പുഷ്പഗന്ധമായ ഒരു സമീപനമായിരിക്കണം നമ്മുടെ ചെടികൾക്കുള്ളത്. ഗന്ധം അസ്തമിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് ഒരു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഗന്ധത്തിൻ്റെ അംശം കുറയുന്നു എന്ന് പറയാറുണ്ട്. മുൻപുണ്ടായിരുന്ന ഒരു മുല്ലയുടെ മണമോ അല്ലെങ്കിൽ മറ്റ് ഗന്ധം തരുന്ന ഏതൊരു പുഷ്പമായിക്കോട്ടെ, അതിൻ്റെ ശരിയായിട്ട് നമ്മുടെ നാസികയ്ക്കുള്ളിൽ തരുന്ന ആ ഒരു പ്രചോദനമില്ലേ, ആ ഒരു പൂർണ്ണമായൊരവസ്ഥ എന്താ? മനുഷ്യൻ നമുക്ക് ഏറ്റവും പ്രധാനമാണ് ഗന്ധം. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണല്ലോ ഗന്ധം. നാം അനുഭവിക്കുന്ന ഗന്ധം നമ്മുടെ മാനസികാവസ്ഥ മാറ്റിക്കൊണ്ടുവരുന്നില്ലേ? മനസ്സിൻ്റെ അവസ്ഥ മാറ്റിക്കൊണ്ടുവരുമ്പോൾ നല്ല ഗന്ധം നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രചോദനമാകുന്നു. അതാണ് പുഷ്പങ്ങൾ തരുന്നത്. മുല്ലയുടെ മണം നോക്കൂ, നമ്മൾ മുല്ലയുടെ ഗന്ധം നാം ഏൽക്കുമ്പോൾ
നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമല്ലേ? അപ്പോൾ ഈ ശരിക്കുള്ള ഗന്ധം അതിൻ്റെ ആ ഒരു പൂർണ്ണത കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് നമുക്കറിയാം. നല്ല മണ്ണിൽ ഉണ്ടാകാത്ത ഏതൊരു ചെടിയും നല്ല, ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മുടെ തെറ്റിപ്പൂവോ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവിനുള്ള സവിശേഷത മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള ഇന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ജൈവവളത്തിൽ അധിഷ്ഠിതമായ ഒരു മണ്ണിൽ കൂടിയല്ല ഇത് വളരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു മാറ്റമായി വന്നപ്പോൾ മണ്ണിൻ്റെ ആ ഗഹനമായ രീതിയിലുള്ള ഒരു അറിവുകൾ നമുക്ക് തരുന്ന മണ്ണ് തരുന്ന അറിവുകളാണ് ഈ ചെടിയിൽ കൂടി നമുക്ക്, അല്ലേ? മണ്ണിനെ സ്നേഹിക്കുന്ന അറിവ് ചെടികൾ കൂടി നമുക്ക് കിട്ടുമ്പോൾ, ഗന്ധത്തിൽ കൂടി കിട്ടുമ്പോൾ, ഔഷധത്തിൽ കൂടി കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്രമാത്രം അത് അർത്ഥമുണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതെന്ന്. അവിടെയാണ് നേരത്തെയും പറഞ്ഞു, മുത്തശ്ശി കഥകളിൽ കൂടി അമ്മമാർ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനത്തെ അറിവുകൾ അവരുടെ ശ്രേഷ്ഠമായ ജീവിത പ്രക്രിയയ്ക്ക് എത്രമാത്രം പ്രായോഗികമായി കൊണ്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തശ്ശി കഥകൾ തരുന്ന ഈ അറിവ്, മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന ഈ അറിവുകൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാര്യം ഇതൊക്കെ പുഴയുടെ അറിവ് നാട്ടറിവാണ്. അതുപോലെ ചെടികളിൽ നിന്ന് കിട്ടുന്ന ആ മൂല്യമായ സംസ്കൃതി, മൂല്യമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം എത്രമാത്രം പ്രായോഗികമായ ജീവിത ദർശനത്തെ ബാധിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. കരിവേപ്പില കൊണ്ട് മാത്രം എണ്ണ കുരുമുളകിലിട്ട് കാച്ചിയെടുത്ത് നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു രീതി എത്രമാത്രം നമ്മുടെ മുടിയെ സംരക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേങ്ങയിൽ നിന്ന് കക്കൻ കൊണ്ട് കൊച്ചുകുട്ടികളുടെ ശരീരത്തിൽ അത് തേക്കുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗത്തെ എത്രമാത്രം അത് പ്രതിരോധിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേങ്ങാപ്പാൽ എത്രമാത്രം ഔഷധ മൂല്യം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെമ്പരത്തി താളി കൊണ്ട് നമുക്ക് എത്രമാത്രം പ്രായോഗികമായ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും. കേരളത്തിൻ്റെ വനാന്തരങ്ങളിൽ കിട്ടുന്ന തേന് എത്രമാത്രം ഔഷധ വീര്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള അറിവുകളാണ് കിട്ടുന്നത്? ജലത്തെ സംരക്ഷിക്കുന്ന പല പ്രാവശ്യം നമ്മൾ പറയുകയുണ്ടായി, ജലം സംരക്ഷണം. അങ്ങനെ ജലത്തിൻ്റെ സംരക്ഷിക്കുന്ന ഈ പുഴയുടെ അറിവുകളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പ്രാധാന്യമുണ്ടാക്കുന്ന, മനുഷ്യനെ നിർമ്മിക്കുന്ന മലയാള സങ്കല്പങ്ങളെ പൂർണ്ണമായിട്ട് പുതിയ തലമുറയ്ക്ക് നാം നമ്മുടെ ഒരു വീട്ടിൽ പോയി, ഒരു ഭവനത്തിൽ പോയി താമസിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന വികാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി മാത്രം മാറാതെ വിചാരം എന്നുള്ള ചിന്തയിൽ കൂടി കുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന തലമുറ ആ അറിവ് ഒരു പരിധിവരെ സമ്പാദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണകരമായ, ലോകോത്തരമായ, ലോകത്തിന് ദർശനം കൊടുക്കുന്ന, ലോകത്തിന് ഒരു ഏക മനോഭാവത്തോടി സത് ചിന്ത കൊടുക്കുന്ന, സത് വാസന കൊടുക്കുന്ന, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അറിവ് നാം മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് പുഴയുടെ അറിവിൽ കൂടി നാം ഇത്രയും ഭാഗത്തൂടി സഞ്ചരിച്ചപ്പോൾ വന്നത്. നാം പുഴയുടെ ചില ഭാഗങ്ങളിൽ പാറയും വെട്ടുകല്ലൊക്കെ ഉണ്ട്. നമ്മൾ വെട്ടുകല്ലൊക്കെ പണ്ട് നമ്മുടെ പുരയിടങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ വെട്ടുകല്ല് പലയിടത്തും ഉണ്ട്. അപ്പോൾ ഈ വെട്ടുകല്ലുകളെ പ്രത്യേകിച്ച് ഈ കാടക്കണ്ണൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ ഈ കാടക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള വെട്ടുകളുണ്ടായിരുന്നു. കാടക്കണ്ണൻ എന്ന് പറയുന്ന, ചൂളപറയൻ എന്നിങ്ങനെയുള്ള നാട്ടറിവ്, ഇത് ശക്തമായിട്ട് രീതിയിൽ കെട്ടിപ്പൊക്കാൻ ഉപകരിക്കുന്ന കല്ലുകളാണ്. കാര്യം പെട്ടെന്ന് വലിയ വെള്ളപ്പൊക്കം വരുമ്പോഴും അങ്ങനെയൊന്നും പോകുന്ന രീതിയിലുള്ള കല്ലുകളൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഇന്ന് നമ്മളതൊക്കെ ഇല്ലാതാക്കി. ഇന്ന് പലപ്പോഴും ഇത് കാണാനില്ല പലയിടത്തും. പല സ്ഥലങ്ങളിലും നമ്മൾ കരിങ്കല്ലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ കരിങ്കല്ല് ഉപയോഗിക്കുമ്പോഴും ഇഷ്ടികയൊക്കെ ഉപയോഗിക്കുന്നു. ഇഷ്ടികയ്ക്ക് തന്നെ വീര്യം കുറഞ്ഞു വരും. ഇഷ്ടികയ്ക്കുള്ള മണ്ണിൻ്റെ സ്വഭാവത്തിൻ്റെ
അതിൻ്റെ ഉപയോഗക്തമായ രീതിയിലുള്ള പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ഗവേഷണത്തിൽ കൂടി പറയുന്നുമുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രകൃതിയുടെ മാറ്റം, ഭൂമിയെ സ്നേഹിക്കാത്തൊരവസ്ഥ, ജലത്തോടില്ലാത്തൊരു സ്നേഹം, മണ്ണിനോടില്ലാത്തൊരു സ്നേഹം, ഇതൊക്കെ ഒരു കാരണമായി ഭവിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ ഒരു വിഷയമാണ്. അപ്പോൾ പുഴയിൽ നിന്ന് നമുക്ക് തിരുമുറ്റം, നമ്മുടെ ഒരു വീടുകളിൽ പ്രത്യേകിച്ച് മുറ്റം എന്നുള്ളൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നില്ല. ഈ മുറ്റത്ത് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്, മുറ്റത്തിടുന്ന വെള്ളാരൻ കല്ലുകൾ നിങ്ങൾ കേട്ട് കാണും. വെള്ളാരൻ കല്ലുകൾ ഇത് നമുക്ക് കിട്ടിയിരുന്നത് പുഴയിൽ നിന്നാണ്. വെള്ളാരൻ കല്ലുകൾ ഇന്ന് കിട്ടാനില്ല, അത് ദുഃഖകരമായ ഒരു കാര്യമാണ്. പക്ഷേ വെള്ളാരൻ കല്ലുകൾ മുറ്റത്തിടുമ്പോൾ, മുറ്റത്ത് കൂടി നടക്കുമ്പോൾ, പഴമക്കാർ പറയുന്നുണ്ട്, മുറ്റത്ത് കൂടി കല്ലിൻ്റെ പുറത്ത് കൂടി കുട്ടികളെ നടത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ കാൽ ഈ മണ്ണിൽ പതിക്കുമ്പോൾ, ഈ വെള്ളാരൻ കല്ലിൽ പതിക്കുമ്പോൾ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ഞരമ്പുകളിലേക്ക് പ്രവഹിക്കുന്ന രക്തധമനികളിലേക്ക് നമ്മുടെ ശരീരത്തിൽ ആകെപ്പാടെ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം പൂർണ്ണമായി പ്രവർത്തിപ്പിക്കാൻ സജ്ജമായ രീതിയിലുള്ള ഒരു ഉപയോഗക്രമം ഈ ചെരുപ്പില്ലാത്ത അവസ്ഥയിൽ കൂടി മുറ്റത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മുറ്റങ്ങൾ ശുദ്ധമായിരുന്നു. മുറ്റത്ത് നമ്മുടെ അത്ര ശുദ്ധമായിട്ടായിരുന്നു നാം അത് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഈ കല്ലിൻ്റെ പുറത്ത് കാൽ ചവിട്ടുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിക്കും മുറ്റത്ത്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിൽ കൂടിയുള്ള ഈ ഒരു ശക്തി നമ്മുടെ കാലിലേക്ക് പ്രവഹിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലേക്ക് ആകെ പൂർണ്ണമായിട്ട് പ്രവഹിക്കുമ്പോൾ, ആ പ്രവഹിക്കുന്ന ആ ഒരു പൂർണ്ണമായ രീതി, പൂർണ്ണമായ ഒരു ആവിഷ്കാരം ശരീരത്തെ ധന്യമായി ഒരു ശോഭനപരമായിട്ടുള്ള ഒരു വലയത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ വെള്ളാരൻ കല്ലുകൾ പറഞ്ഞപ്പോൾ ഈ ചെറിയൊരു അറിവ് കൂടി നിങ്ങളിലേക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ ഓരോ പുഴയുടെ നാട്ടറിവുകൾ ആണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഓരോ പുഴയിലും പുഴയുടെ തീരത്തും ഓരോ ഗ്രാമത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന അവസ്ഥയ്ക്കും ആ മണ്ണിനോടും അവിടെ താമസിക്കുന്ന ജനങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആ രീതികളനുസരിച്ചാണ്. പല സ്ഥലത്ത് പല രീതിയിലുള്ള ജീവിത സംസ്കാരത്തിലാണല്ലോ. പ്രത്യേകിച്ച് ഇത് ഈ ശരിയായിട്ടുള്ള ജൈവിക ബന്ധത്തിന്, പ്രത്യേകിച്ച് ആ മണ്ണിനോടുള്ള ബന്ധത്തിന് പുഴയോടുള്ള ബന്ധവും അതിന് അടുത്ത് കിടക്കുന്ന ഈ മണ്ണിനോടുള്ള ബന്ധവും അഗാധമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, പുഴയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായിട്ടുള്ളൊരു ബന്ധം. പുഴ ഒരു കളിക്കളമായിരുന്നു ഒരു സമയത്ത്. ഇന്നും പുഴയിൽ കളിക്കളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീന്തൽ പഠിക്കാൻ വേണ്ടി ഏറ്റവും പ്രായോഗികമായി ഉപയോഗിച്ചതായിരുന്നു പുഴയും കുളങ്ങളും. നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കാനും ഈ കുളവും പുഴയും തന്ന ഒരു പൂർണ്ണമായ സഹായം ചെറുതൊന്നുമല്ല. പക്ഷെ നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പ്രകൃതിയുമായിട്ട് കിടഞ്ഞു കിടക്കുന്ന ഈ പൂർണ്ണമായ ഒരു ആവിഷ്കാരം, ഈ ജലം, രണ്ട് സ്ഥലത്തും വൃക്ഷങ്ങൾ, കുന്നുകൾ ആയിക്കോട്ടെ, ഈ പ്രകൃതിയിൽ അധിഷ്ഠിതമായ രീതിയിൽ നമ്മൾ നീന്തി തുടിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വായു, അവിടെ നിന്ന് കിട്ടുന്ന പ്രകൃതിയുടെ ഗന്ധം, മാനസികമായ ഉത്സാഹം, ഇതെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് പൂർണ്ണമായി തന്ന ഒരു അറിവായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ധാരാളം ചെങ്ങാടങ്ങൾ കിട്ടുമായിരുന്നു. ചെങ്ങാടങ്ങൾ ഇട്ടിട്ട് കളിക്കുന്ന രീതി ഉണ്ടായിരുന്നു, ഇല്ലേ? തടികളെല്ലാം കൂട്ടിക്കെട്ടി ചെങ്ങാട അക്കരയും ഇക്കരയും തുഴഞ്ഞു പോകുന്ന ഒരു സമ്പ്രദായം. അത് പുഴയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെയാണ് വഞ്ചി തുഴച്ചൽ. നാം ഇന്ന് കാണുന്ന നദോന്നത വൃത്തത്തിലുള്ള
വള്ളപ്പാട്ടുകളും ഈ വള്ളപ്പാട്ടിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത പ്രക്രിയയും എത്രമാത്രം ആരോഗ്യപരമായിട്ടുള്ള ശാസ്ത്രവീക്ഷണത്തെ സഹായിച്ചു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും ധന്യമായ പ്രതീകാത്മകമായ സഹായം തന്ന, ഒരു ദാനം തന്ന പൂർണ്ണമായ ആവിഷ്കാരമായിരുന്നു പുഴ, അല്ലെ നദി എന്ന് പറയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരാൻ വേണ്ടി ഏറ്റവും പ്രചോദനം നൽകിയ ഈ ജലാംശം, അതിനെ സംരക്ഷിക്കേണ്ടതും അതിനെ സ്നേഹിക്കേണ്ടതും ഏറ്റവും പ്രാധാന്യമായിട്ട്. ഈ നീന്തൽ എന്ന് പറയുന്നത് പല രീതിയിലുള്ള നീന്തലുണ്ടായിരുന്നു. ഊളിയിട്ട് നീന്തുക, മുങ്ങിക്കുളിക്കുക, ഒരു അക്കരെയും ഇക്കരെയും നടന്ന കുട്ടികൾ, വളരെ രസകരമാണ്. മണൽപ്പരപ്പ്, ഇതൊക്കെ പല രീതിയിൽ നമ്മുടെ ഗ്രഹാതുരത്വം സൃഷ്ടിക്കുന്ന, മനസ്സിനെ പൂർണ്ണമായിട്ട് ഒരു ലൗകികം എന്ന് പറയുന്നത്, ആധുനികത എന്ന് പറയുന്ന യാന്ത്രിക അവസ്ഥയല്ല, പ്രകൃതിദത്തമായ ഒരു രീതിയുടെ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് സവിശേഷത നൽകുന്ന ഒരു ആരോഗ്യ പ്രധാനമായ സങ്കല്പവും പ്രക്രിയയുമായിരുന്നു ഈ പുഴയുടെ അറിവുകളും പുഴയിൽ അധിഷ്ഠിതമായ ജീവിത ക്രമീകരണവും. ശരി, അതിൻ്റെ വിത്തുകൾ നമ്മൾ കൃഷിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നമുക്ക് പലതരത്തിലുള്ള വിത്തുകൾ കിട്ടാറുണ്ട്. ഒരു അടുത്ത സമയത്ത് ഈ വിത്തുകളുടെ വിഷാംശവുമൊക്കെ നമുക്കറിയാം. പണ്ടുള്ള വിത്തുകളെല്ലാമേ, കൃഷിയിലേക്ക് പോകുമ്പോൾ, ജലത്തെ പോകുമ്പോൾ നമ്മൾ ഈ പുഴയുടെ രണ്ട് വശത്ത് ഈ നെൽച്ചെടികൾ, ധാരാളം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പുഴയുടെ സ്ഥലത്ത് ധാരാളം വയലുകളുണ്ടായിരുന്നു. ഈ വയലിൽ നിന്നായിരുന്നു ഈ പലതരത്തിൽ ജലാംശയങ്ങൾ തിരിച്ചു വിട്ടിരുന്നത്. 4 വയലുകൾ ഉണ്ടെങ്കിൽ ആ 4 വയലുകളുടെ ഇടയിൽ കൂടിയുള്ള ആ ജലത്തിൻ്റെ സഞ്ചാരം തിരിച്ച് മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി പലരും കണ്ടു കാണും, തീർച്ചയായിട്ടും കണ്ടു കാണും അത്. അപ്പോൾ ഈ ജലസ്രോതസ് എങ്ങനെ ശാസ്ത്രീയമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടണം എന്നുള്ള ഒരു രീതിയും നമുക്കറിയായിരുന്നു. അത്രമാത്രം അഭേദ്യമായ ബന്ധം കൃഷി ഉള്ള സമയത്ത്. അപ്പോൾ ഈ നെൽച്ചെടികൾ, ഇവിടെ നടന്ന നെൽച്ചെടികൾ ഇവിടെയുള്ള പണ്ട് ദേശാടനക്കിളി വരെ കൊണ്ടിട്ട നെൽവിത്തുകൾ ഉണ്ടായിരുന്ന മുമ്പ് പറഞ്ഞു. ചില വളരെ പ്രായോഗികമായിട്ട് നമുക്ക് സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യമായിട്ട് കിട്ടുന്ന ഈ നെൽച്ചെടി, അതിൽ നിന്നുണ്ടാകുന്ന ഈ നെല്ല്, പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്ക് വരെ ഏറ്റവും പ്രധാനമാണല്ലോ ശ്വാസകോശ രോഗങ്ങൾ വരുന്ന ഒരവസ്ഥ. അത് വളരെ കൂടുതൽ വന്നിരുന്ന ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമായ ആ നെല്ല് വളരെ ശ്രേഷ്ഠമാണെന്നും കൂടി, അത് എത്രമാത്രം സഹായകരമായെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ വയലിൻ്റെ സംസ്കാരത്തിൽ കൂടി വന്നപ്പോൾ, നെല്ലിൻ്റെ സംസ്കാരത്തിൽ കൂടി വന്നപ്പോൾ, ഈ ജലത്തിൻ്റെ സംസ്കാരത്തിൽ കൂടി വന്നപ്പോൾ, കുന്നിൽ നിന്ന് വരുന്ന, നേരത്തെ പറഞ്ഞു, പല രീതിയിലുള്ള ഔഷധ മൂല്യമുള്ള ഈ സമ്പത്ത് നമുക്ക് കിട്ടിയപ്പോൾ ഒരു ജീവിക്കാൻ ഉള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഒരു സമ്പത്തായി മാറി എന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുഴയുടെ അറിവ്, നാട്ടറിവ് എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടുള്ള വിത്തുകളെല്ലാമേ കണ്ടാലറിയാതെ മറഞ്ഞുപോയി. നിഷ്ഠൂരങ്ങളായി ഇന്നുള്ള വിത്തുകൾ, ഇന്നുള്ള നിഷ്ഠൂരമായിട്ടുള്ള വിത്തുകൾ കുഷ്ഠരോഗാദി വർദ്ധിപ്പിക്കും നൃണാം. പ്രസക്തമായൊരു കാര്യമാണ്. നമുക്ക് കിട്ടുന്ന ഈ ഔഷധ സസ്യങ്ങളിലോ നെൽച്ചെടികളിലോ നമുക്ക് ആവശ്യമുള്ള കൃഷിസമ്പത്തിനോ എല്ലാം ഗുരുതരമാക്കാവുന്ന ഈ രാസവള പ്രക്രിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്കുള്ള സമ്പത്ത് മണ്ണിനെ സ്നേഹിച്ച് മലയാളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൽ അധിഷ്ഠിതമായ പുഴയോര സംസ്കാരത്തിൽ കൂടിയുള്ള അറിവ്, കൃഷിസങ്കല്പത്തിൽ കൂടിയുള്ള അറിവ് പൂർണ്ണമായി നാം മനസ്സിലാക്കുക. ഇത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഈ കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ ഒരു സമ്പത്തായി മനസ്സിൽ സൂക്ഷിക്കുക. അതൊരു ഏകാത്മ മനോഭാവമായി പരിലസിക്കട്ടെ. അതിൽ കൂടി നന്മകൾ ഉയരട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.